ശിവദാസ, ആ അതെ, ആ വലിയ ലോറി പോയി. ഇവന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ നിൽക്കട്ടെ. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവനായിരിക്കും നോക്കി നടത്തുക. എനിക്ക് പ്രായമൊക്കെ ആയില്ലേ. ശരി മനോനെ. കലേഷേ, അച്ഛന്റെ സ്ഥാനം തന്നെയാ. ഒരു മാനേജർ എന്നല്ല, എന്റെ കൂടെപ്പിറപ്പാ. മനസ്സിലായല്ലോ? എനിക്കറിയാം. ഇവരെന്തൊക്കെ പുതിയ രീതി അറിയാമെന്നാ പറയുന്നേ. ബിസിനസ് ഒക്കെ പച്ചപിടിക്കാൻ ഇനി പിള്ളേര് വിചാരിച്ചാലേ നടക്കുള്ളൂ. മേനെ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. ആ, വേറെയും ചില സതുദ്ദേശങ്ങൾ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. കഴിക്കൂ. ദാസ, കലേശിന് കല്യാണപ്രായമൊക്കെ ആയി. എനിക്ക് നീ എന്നും കൂടെ ഉണ്ടാകണമെന്നാ. അത് പിന്നെ ഉണ്ടാവുമല്ലോ. ഒരു തീരുമാനം ഞാനങ്ങ് പറയാം. ആ, എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാം. എന്താ? അത്ര വലിയ മോഹങ്ങളൊന്നും നമുക്കില്ല മേനോനെ. ഇതെന്റെ മാത്രം തീരുമാനം അല്ല. അവൻ ആദ്യമേ തന്നെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ, ഉറപ്പിക്കല്ലേ? മോളെ എവിടെ പോയതാ? ഞാൻ ക്ലാസ്സിന് പോയതിനു. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും. ഇറങ്ങട്ടെ മോളെ. ഓ, ആ. എന്താ കാര്യം? ആ മോളെ, ആ? മേനോ വന്ന് എന്തിനെന്നറിയോ? മേനോന്റെ മോൻ കലേഷിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഓ, അത് ശരി. നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? അച്ഛന് ഇഷ്ടാണോ? ഉം. എന്നാ എനക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം അവൾക്ക് എന്താ ഉള്ളത്? ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്ക് കിട്ടത്തില്ല ശ്രീലതേ. കലേശേ, ആ, എന്താ ഇത്? ബിസിനസ് ആകുമ്പോൾ ഇങ്ങനത്തെ ചില കളികളൊക്കെ വേണം. അല്ലാതെ അച്ഛൻ ബിസിനസ് ചെയ്യണ പോലെ ചെയ്തിട്ട് എന്ന് രക്ഷപ്പെടാനാ? ഏയ്, നമുക്ക് ഈ വ്യാജമദ്യമൊന്നും വേണ്ട. അല്ലാതെ തന്നെ ബിസിനസ് ഉണ്ടല്ലോ. കേരളത്തിലെ ബാറെല്ലാം അടച്ചപ്പോൾ മാഹിലാണ് ഇപ്പോൾ നല്ല ഡിമാൻഡ്. ഈ അവസരം മുതലെടുക്കുന്നതാണ് ബുദ്ധി. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് കയറി പോയോണ്ടല്ലോ, നിസ്സാര ലാഭം. എനിക്കാണെങ്കിൽ എല്ലാ മേജർ ബ്രാൻഡും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ഇതിലൊന്നും ഞാൻ കൂട്ടി നിൽക്കത്തില്ല. ബിസിനസ്സായ ഒരു സത്യസന്ധത വേണം. മദ്യത്തിൻ്റെ ബിസിനസ്സിലാണ് ഇതൊക്കെ ഞാൻ പഠിച്ചറിഞ്ഞിട്ട് ചെയ്യണതാ. നിസ്സാര ലാഭമല്ല ഞാൻ ഇതിന് ഉണ്ടാക്കാൻ പോണം. നിങ്ങളിത് കണ്ടില്ലെന്നങ്ങ് വെച്ചാ. ഞാൻ എന്താ ഇപ്പൊ പറയുക? മക്കളുടെ കാര്യത്തിലാ ശിവദാസ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത്. ഇത് അവരുടെ കാലമാ, അവർ ജയിക്കട്ടെ. ഞാൻ പോവുക മേനോനെ. ഹാ, തന്റെ മോനെ ഞാൻ വിചാരിച്ചാൽ നന്നാക്കാനാവില്ല. ശിവദാസ, ഇതിന്റെ പേരില് നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യമൊന്നും മാറ്റണ്ട. ശ്രീലതേ, ഓ, ശ്രീലതേ. നിങ്ങൾ കുളിച്ചിട്ടുണ്ടല്ലേ? ആ, നിക്കേ. നീ കുറച്ച് വെള്ളവും ഗ്ലാസും കൂടെ എടുക്ക. ഏട്ടൻ ജോലി പോയിന്ന് വിചാരിച്ച് ജീവിക്കാൻ വേറെ വക ഉണ്ടല്ലോ. നീ വെള്ളം ഗ്ലാസും എടുക്ക. അച്ഛാ, 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 അച്ഛനെന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തിനാ പുതിയ ശീലല്ലോ? വേണമെന്ന് വെച്ചിട്ടല്ല, ജോലി പോയതിന് ശേഷം എല്ലാത്തിനോടും ഒരു മടുപ്പാ മോളെ. പോയതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് പറ്റില്ല. മോളെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല. അച്ഛനെ ഇനിയും കുടിക്കാനല്ലേ? ഇല്ല മോളെ, ചെല്ല. ആ, അമ്മയോട് എന്തേനോ? മോളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുടിയോണ്ട്
മോളുടെ ഭാവി അമ്മയ്ക്ക് പേടി. പോട്ടമ്മ സാരില്ല, എല്ലാം ശരിയോ? സാരില്ല. അച്ഛാ, എങ്ങോട്ടാ?